ഏത് കാര്യം ചെയ്യുന്ന സമയത്തും അതിൽ നിന്ന് എനിക്ക് കിട്ടും, എനിക്കെന്ത് ലാഭം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സമാജത്തിന് വേണ്ടി നാം എന്ത് കൊടുക്കും എന്നൊരു മനോഭാവം വളരെ സമാജം തന്നെയാണ് അനുഭവം. ആ കൊടുക്കുന്ന ശീലം രക്തത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ 1 മണിക്കൂർ ശാഖ ആരംഭിച്ചത്. വൈകാരിക ഭാവത്തോടുകൂടി നരേന്ദ്രൻ കൂട്ടുകാരോട് പറയുന്നു, നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്നവരും വിഷമിക്കുന്നവരായിട്ടുള്ള ഒട്ടനവധി ആൾക്കാരുണ്ട്, അവരെ ഇവിടെ നമ്മൾ സഹായിക്കണം, അവരെ കൈപിടിച്ച് ഉയർത്തണം എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമായ മനസ്സോടുകൂടി ഈ പാവപ്പെട്ടവരുടെ അദ്ദേഹത്തിൻ്റെ അനുകമ്പയും എല്ലാം പ്രകടിപ്പിക്കുകയാണ്. പെട്ടെന്ന് സമാധിയിൽ നിന്ന് ഉണർന്ന രാമകൃഷ്ണൻ വരുന്നു. അദ്ദേഹം നരേന്ദ്രനോട് നീ എന്താ പറഞ്ഞ് പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന്? നീ ആരാ? ഈശ്വരനാണ്. വാസ്തവത്തിൽ നീ ചെയ്യേണ്ടത് സേവിക്കലാണ്. ദരിദ്ര നാരായണന്മാരെയും ബാക്കിയുള്ളവരെയും സേവിക്കാൻ, അതാണ് യഥാർത്ഥമായിട്ട് ഈശ്വര സേവ. അതുകൊണ്ടൊരു സേവനത്തിന് ഒരു സന്ദർഭം നമുക്ക് തന്നിരിക്കുന്നു എന്ന് വിചാരിച്ച് സേവാ മനോഭാവത്തോടുകൂടി വേണ്ട പ്രവർത്തിക്കാൻ, സഹായിക്കാൻ ഞാൻ ഉയർന്നിരിക്കുന്നു, എന്നെ കൈപിടിച്ച് ഉയർന്നു, ഈ ഒരു അഹങ്കാരം നമ്മുടെ മനസ്സിലുണ്ടാവരുത്. ഈ ഭാവം ഇത് വാക്ക് കേട്ട ഉടനെ തന്നെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഓ എനിക്ക് വേദാന്ത തത്വം മനസ്സിലായി, ലോകം മുഴുവൻ ഈ സന്ദേശം വരുത്താൻ തയ്യാറാണ്. ആ സന്ദേശമായിട്ടാണ് അദ്ദേഹം ലോകത്തിലുള്ള എല്ലാ സ്ഥലത്തും പോയ സമയത്ത് നരസേവ യഥാർത്ഥ നാരായണ സേവ, മാനവസേവ മാധവ സേവ, ഈ ഒരു എന്തെങ്കിലും തരത്തിൽ സഹായം ചെയ്യുന്നത് അല്ല, മറിച്ച് ഈശ്വര സേവയാണ് എന്നുള്ള ഭാഗത്തിൽ